വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂൾ ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന ഫിറ്റ്നസ് പരിശോധന. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബസിന്റെ ബ്രേക്ക് സംവിധാനം, ടയർ, സ്റ്റിയറിംഗ്, ലൈറ്റുകൾ, ഹോൺ, എമർജൻസി ഡോർ എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, സ്പീഡ് ഗവർണർ, CCTV ക്യാമറ, GPS സംവിധാനം എന്നിവ പ്രവർത്തനക്ഷമമാണോ എന്നും പരിശോധിക്കും. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കയറാനും ഇറങ്ങാനും സഹായിക്കുന്ന ഡോർ സംവിധാനങ്ങൾ, സീറ്റുകളുടെ സുരക്ഷ, ജനൽ ഗ്രില്ലുകൾ തുടങ്ങിയവയും പരിശോധനയിൽ ഉൾപ്പെടും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് പത്രത്തിലും മറ്റൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം ഇങ്ങനെ ചെക്ക്ഡ് സ്ലിപ്പില്ലാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ വാഹനങ്ങളും പൂർണ്ണമായിട്ടും ഇവിടെ RTO ഗ്രൗണ്ടിൽ വന്നിട്ട് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ക്ലാസ് നമ്മൾ വരുന്ന ശനിയാഴ്ച നമ്മൾ RTO ഓഫീസിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും മുഴുവൻ ആൾക്കാരെയും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്കൂൾ ബസ്സിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം ഉണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ സാധാരണ സ്കൂൾ തുറന്ന് ഉടനടി കേൾക്കുന്ന വാർത്തകൾ ഓവർലോഡായിട്ട് കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങൾ മറിയുന്നു, അതുപോലുള്ള വാർത്തകളാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പറ്റുക? അതിൽ നമ്മൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചെറിയ കുട്ടികളായിട്ട് കണക്കാക്കിയിട്ട് 2 പേരെയും കയറ്റാവുന്ന രീതിയിലും അതിന് RCയിൽ പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റി 12ൽ കൂടുതലുള്ളതാണെങ്കിൽ അതിൽ എത്രയാണോ അത്രയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ മേലെ വരുന്നത് നമ്മൾ അമിതഭാരമായിട്ട് കണക്കാക്കിയിട്ട് പിഴ ഈടാക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാ ബസ്സുകളും, അത് സ്കൂൾ ബസ്സുകൾ മാത്രമല്ല, സ്കൂൾ ട്രിപ്പായിട്ട് ഓടുന്ന ഓട്ടോറിക്ഷ അടക്കം എല്ലാ വാഹനങ്ങളിലും ആ ഒരു നിയമപ്രകാരമാണ് നമ്മൾ പരിശോധന നടത്തുന്നത്. സ്കൂൾ ബസ്സുകളുടെ രേഖകളായ ഇൻഷുറൻസ്, പെർമിറ്റ്, ടാക്സ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയും പരിശോധിക്കും. നിയമലംഘനങ്ങളോ സുരക്ഷാ വീഴ്ചകളോ കണ്ടെത്തിയാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുമെന്നും പിഴയടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.